ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നാരായണീയത്തിലെ 34-ാം ദശകം നമുക്ക് വായിക്കാം. 34, 35 ദശകങ്ങളൊക്കെ രാമായണത്തെക്കുറിച്ചാണ്. രാമൻ്റെ ചരിതമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എത്രയോ ശ്ലോകങ്ങൾ കൊണ്ട് വാൽമീകിയും, അതുപോലെ നമുക്കറിയാം കർക്കിടക മാസത്തിൽ നമ്മൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് വായിച്ചാണ് അല്ലേ. അത്രയും വലിയ സംഭവം രാമൻ്റെ കഥ 2 ദശകങ്ങളിലായി ചുരുക്കി പറയുകയാണ് നമ്മുടെ ഭട്ടതിരി. നോക്കാം. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥശ്മാഭൃതേ പായസാഗ്രം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാഭി ശത്രുഘ്നനാമ്നാ. ഞാൻ പറഞ്ഞല്ലോ 34, 35 ദശകങ്ങൾ കൊണ്ട് രാമായണ കഥ ചുരുക്കി പറയുകയാണ് ഭട്ടതിരി. 34-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം ആണ് നമ്മളിപ്പോൾ കേട്ടത്. 24,000 ശ്ലോകങ്ങളിലായി രാമായണം കഥ പറഞ്ഞ വാൽമീകിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഭട്ടതിരി 2 ദശകങ്ങളിലായി രാമായണ കഥ സംഗ്രഹിച്ച് പറയുന്നത്. അപ്പോൾ കഥയിലേക്ക് പോവാം നമുക്ക്. മഹാപരാക്രമിയായ രാവണൻ ത്രൈലോക്യാധിപതിയായി തീർന്നിരിക്കുകയാണ്. ശിവഭക്തനും വേദജ്ഞനുമാണെങ്കിലും അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ദേവന്മാർക്കും ഋഷിമാർക്കും സ്വൈരം നഷ്ടപ്പെട്ടു രാവണനെ കൊണ്ട്. അവർ ബ്രഹ്മാവിനെയും മഹേശ്വരനെയും മുൻനിർത്തി വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ താൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണ നിഗ്രഹം നടത്തുന്നതാണെന്ന് അവർക്ക് ഉറപ്പുകൊടുത്തു. അങ്ങനെ കോസല രാജാവായ ദശരഥ മഹാരാജാവ് സന്താനലബ്ധിക്കായി ഋഷ്യശൃംഗൻ എന്ന മഹർഷിയെ കൊണ്ട് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തിച്ചു. ആ യാഗത്തിൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്ന ദിവ്യപുരുഷൻ ദിവ്യമായൊരു പായസം ദശരഥന് കൊടുത്തു. ആ പായസം ഭക്ഷിച്ച രാജപത്നിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 പത്നിമാരും ഒരേ സമയം ഗർഭിണികളായി. അവർക്ക് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന 4 മക്കളുണ്ടായി. ഭഗവാന്റെ അവതാരമായി ശ്രീരാമൻ അങ്ങനെ പിറവിയെടുത്തു. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥശ്മാഭൃതേ പായസാഗ്രം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാഭി ശത്രുഘ്നനാമ്നാ.